ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടു. ഒരിക്കലും ഒരു വിശ്വാസിയോട് നോമ്പുകാരനോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് വന്ന് ചോദിച്ചത്. ഒരിക്കലും ശരിയായില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വീഡിയോ നിങ്ങൾ തന്നെ കണ്ടു നോക്കുക. ഐഫോൺ 17 പ്രോ മാക്സ് വരാം. ബ്രോ അതെ ചെറിയൊരു സോഷ്യൽ എക്സ്പീരിയൻസ് ആയിട്ട് വന്നതാണ്. ബ്രോ നോമ്പിലല്ലേ? ബ്രോ ഇപ്പൊ ഈ ഒരു വെള്ളം പിടിച്ചോ, ഈ ഒരു വെള്ളം കുടിച്ച് ബ്രോ നോമ്പ് മുറിക്കണമെങ്കിൽ ഞാൻ ബ്രോനിപ്പോ ഒരു 500 രൂപ തരും. വേണ്ട 500 രൂപ വേണ്ട, നോമ്പ് തെറ്റിക്കൂല. ഞാനൊരു 1000 രൂപ തരാം. നോമ്പ് മുറിക്കണമെങ്കിൽ 1000 രൂപ തരാം. വേണ്ട, ഒരു എയർപോഡ് തരാം ആപ്പിളിന്റെ, മുറിക്കൂല. ഓക്കെ പോട്ടെ, ഒരു ഐഫോൺ 17 പ്രോ മാക്സ് തരാം. ഐഫോൺ 17 പ്രോ മാക്സ് എന്നാലും മുറിക്കൂല. ഐഫോൺ 17 പ്രോ മാക്സ് തരാം എങ്കിലെങ്കിലും നോമ്പ് മുറിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ആ വീഡിയോയിലുള്ള ആ കുട്ടി പറഞ്ഞു എന്തായാലും നോമ്പ് മുറിക്കണ പ്രശ്നമല്ല. അപ്പം ഞാൻ അതിൻ്റെ കമൻറ്റുകൾ ഇങ്ങനെ എടുത്തു നോക്കി, ഓരോ ആളുകൾ എന്താ പറഞ്ഞിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ കമൻറ്റ് എന്താ പറഞ്ഞാൽ, അതിപ്പോൾ 1 കോടി കൊടുത്തിട്ടും കാര്യമില്ല ബ്രോ, ചിലർക്ക് ചിലതിൻ്റെ മൂല്യം വളരെ വലുതാണ്. സത്യമാണ്. വിശ്വാസി നോമ്പെടുക്കുന്ന എന്തിനു പറഞ്ഞു കഴിഞ്ഞാൽ ദുനിയാവിലെ ആൾക്കാരെ കാണിക്കാനല്ല, റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഒരു വിശ്വാസി എന്ത് ചെയ്യുന്നത്, നോമ്പെടുക്കുന്നത്. മറ്റൊരു കമൻറ്റ് എന്നുള്ളത്, നോമ്പുകാരോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണിത്. നോമ്പുകാരോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത കാര്യമാണിത്. ഇതിനൊരിക്കലും ആവർത്തിക്കരുത് എന്നുള്ള രൂപത്തിലൊരു ചോദ്യമാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കമൻറ്റ് എന്നുള്ളത്, അങ്ങനെ പൈസ കണ്ടാലും ഫോൺ കണ്ടാലും ഞങ്ങളുടെ നോമ്പ് മുറിക്കൂല, അങ്ങനെയുള്ള ചോദ്യം ഇനി ചോദിക്കരുത് ബ്രോ, ചോദിക്കരുത് ഓക്കെ എന്നാണ്. പിന്നെ മറ്റൊന്നുള്ളത്, എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാലും നോമ്പ് മുറിക്കുക എന്നുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ കുട്ടീനൊന്ന് പ്രശംസിക്കണം. യഥാർത്ഥത്തിൽ ഇതൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ഒന്നല്ല, ഇത് ശരിക്കും ഒരു എനിക്ക് തോന്നുന്നത് ഒരിക്കലും പാടില്ലാത്തൊരു, ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ്. ഇനിയുള്ള വീഡിയോസിലെങ്കിലും ഇത്തരമുള്ള ആളുകൾ അത് വളരെ ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുകയാണ്. നോമ്പുകാരൻ്റെ നോമ്പ് എന്നുള്ളത് അത് നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ്. ഓക്കെ, അതൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്.